ഹരേ കൃഷ്ണ. അയോധ്യാകാന്ഡം കഴിഞ്ഞു. ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചുപോയി. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ആരണ്യകാന്ഡമാണ്. ഭരതൻ അയോധ്യയിലേക്ക് പോയി. രാമൻ, സീത, ലക്ഷ്മണൻ മൂവരും ചിത്രകൂട പർവ്വതത്തിലാണ്. ചിത്രകൂടത്തിൽ അനവധി മുനിമാർ വസിക്കുന്നുണ്ട്. നല്ലതും ചീത്തയും എല്ലാം തന്നെ അവർ രാമനോട് ചോദിക്കുന്നു. പക്ഷെ ഒരു ദിവസം ഈ മുനിമാർ പതുക്കെ പതുക്കെ പിറുപിറുത്തു. രാമൻ ചോദിച്ചു, പറയൂ മുനിമാരെ, എന്താണ് മന്ത്രിക്കുന്നത്? നിങ്ങളോട് പറയാതെ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെയല്ലേ നിങ്ങളും? ഞങ്ങളോട് പറയാതെ എന്തിനാണ് ഇങ്ങനെയൊരു വേദന അനുഭവിക്കുന്നത്? നമ്മളെല്ലാവരും ഒരിടത്ത് വസിക്കുന്നു. ഒരാൾക്ക് വിഷമമുണ്ടായാൽ എല്ലാവർക്കും വിഷമമാണ്. വല്ല ആപത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാനതിന് പരിഹാരമുണ്ടാക്കാം. രാമവാക്യം കേട്ട് മുനിമാർക്ക് ലജ്ജ തോന്നി. വൃദ്ധനായ ഒരു മുനി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്തുകൊണ്ടാണ് വേദനിക്കുന്നതെന്ന് അങ്ങയോട് വിസ്തരിച്ച് പറയാം. രാവണൻ്റെ 2 സഹോദരന്മാർ, മൂത്തയാൾ ഖരൻ, ഇളയാൾ ദൂഷണൻ, ഈ 2 നിശാചരന്മാരും അവരുടെ സാമന്തന്മാരും ആശ്രമത്തിൽ കടന്ന് എന്തെന്ത് ഉപദ്രവങ്ങളാണ് ചെയ്യുന്നത്. 4 ദിക്കിലും ചുറ്റി നടക്കുകയാണവർ. യജ്ഞം തുടങ്ങിയാൽ അവർ വരും. ബ്രാഹ്മണർ യജ്ഞം ഉപേക്ഷിച്ചിട്ട് സങ്കടത്തോടെ പലായനം ചെയ്യും. രാക്ഷസരെ പേടിച്ചൊളിച്ചിരിക്കുന്നു. കായ്കളോ കിഴങ്ങുകളോ തിന്ന് കഴിച്ചു കൂട്ടുന്നു. ഈ വനം വിട്ട് ഞങ്ങൾ മറ്റേതെങ്കിലും കാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നത്. മുനിമാർ പോയാൽ വനം ശൂന്യമാകും. ശൂന്യമായാൽ നിങ്ങൾ 3 പേരും ഇവിടെ എങ്ങനെ ജീവിക്കും? അതിരൂപവതിയായ സീത ഈ കാട്ടിൽ രാക്ഷസന്മാരുടെ ഇടയ്ക്ക് എങ്ങനെ ജീവിക്കും? ഇതാണ് ഞങ്ങളുടെ സങ്കടം. അത്രമേൽ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ വനത്തിൽ കഴിഞ്ഞുകൂടുന്നത്. ഞങ്ങൾ ഈ വനം വെടിഞ്ഞ് മറ്റു വനത്തിലേക്ക് പോവുകയാണ്. നിങ്ങളെ ഞങ്ങൾ ഇനി കണ്ടെന്നു വരില്ല. മുനിമാർ, സ്ത്രീകളും പുരുഷന്മാരുമടക്കം ഉടൻ തന്നെ വനം വിടുകയാണ്. മുനി കുടുംബങ്ങൾ ഒഴിഞ്ഞുപോയ തപോവനങ്ങൾ മാത്രം ഇനി ഇവിടെ ശേഷിക്കും. ശ്രീരാമൻ ഇവരുടെ ദുഃഖം തീർക്കാൻ എന്താണ് ഉപായമെന്ന് ആലോചിച്ചു. രാമൻ ആലോചിച്ചു, എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ ഭരതൻ ഇനിയും വന്നേക്കാം. വന്നാൽ എങ്ങനെ അവൻ്റെ വാക്കുകൾ തള്ളിക്കളയും? ചിത്രകൂടം അയോധ്യയിൽ നിന്നും വളരെ അകലെയാണല്ലോ. എന്നിൽ ഭരതൻ്റെ ഭക്തി വളരെ അധികമാണ്. ഇങ്ങനെ വിചാരിച്ച് രാമൻ ചിത്രകൂടം വെടിഞ്ഞു. തെക്കോട്ട് സഞ്ചരിച്ചു. കുറേ ദൂരം പോയി കഴിഞ്ഞു. വിശ്രമിക്കുമ്പോൾ അത്രിമുനിയുടെ തപോവനം കണ്ടു. പുണ്യ തപോവനത്തിൽ കടന്ന് അത്രിമുനിയുടെ ചരണങ്ങളിൽ വന്ദിച്ചു. രാമനെ കണ്ട് മഹർഷി എഴുന്നേറ്റു. അർഘ്യപാദ്യങ്ങൾ നൽകി പീഠത്തിലിരുത്തി സീതയെ തൻ്റെ പത്നിയുടെ അടുക്കലാക്കി മകളെ പോലെ സംരക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. മുനിപത്നി സീതയെ മുന്നിലിരുത്തി വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു തുടങ്ങി. രാജകുലത്തിൽ ജനിച്ചു, രാജകുലത്തിലേക്ക് വന്നു. ഗുണശീലങ്ങൾ കൊണ്ട് 2 കുലത്തിനും ശോഭ നൽകി. ഈ സമ്പത്തെല്ലാം വെടിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോകേണ്ടി വന്നല്ലോ. രാമൻ്റെ വലിയ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടിയത്. സീതാദേവി പറഞ്ഞു, അമ്മേ, സമ്പത്തിൽ എനിക്ക് ഒരു മോഹവുമില്ല. എൻ്റെ എല്ലാ സമ്പത്തും ഈ ഭർത്താവാണ്. ഭർത്താവില്ലാതെ സ്ത്രീകൾക്ക് മറ്റ് സമ്പത്ത് കൊണ്ട് എന്തു കാര്യം? എൻ്റെ പ്രഭു ജിതേന്ദ്രിയനാണ്, സർവഗുണങ്ങളും തികഞ്ഞയാളാണ്. ഇപ്രകാരം ഒരു ഭർത്താവിനെ സേവിക്കുന്നതും മഹാഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ധനവും ജനവും സമ്പത്തും ഒന്നും വേണ്ട.
എൻ്റെ ബുദ്ധി എന്നും രാമനിൽ ഉറച്ചു നിൽക്കാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം. സീതയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അത്രിപത്നിക്ക് സന്തോഷമായി. താൻ എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് സീതയും. അതേ ആദർശം സീതയെ ആലിംഗനം ചെയ്തു നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു. പ്രഭാതത്തിൽ സ്നാനവും തർപ്പണവും കഴിച്ചു മൂവരും മുനിചരണങ്ങളിൽ വന്ദിച്ചു. അവരെ ആശീർവദിച്ചിട്ട് മഹർഷി ചില ഉപദേശങ്ങൾ അവർക്ക് നൽകി. രാക്ഷസന്മാർ കൂടുതലുള്ള സ്ഥലമാണ്. അവർ എപ്പോഴും ഉപദ്രവം ചെയ്ത് ക്ലേശങ്ങൾ ഉണ്ടാക്കും. മൂവരും മുനിയെ നമസ്കരിച്ചു. വീണ്ടും സഞ്ചാരം തുടർന്നു. ശ്രീരാമൻ മുമ്പിൽ, ലക്ഷ്മണൻ പിന്നിൽ, നടുക്ക് സീതയും. യാത്രാമധ്യേ ഭീകരരൂപനായ ഒരു രാക്ഷസൻ അവരുടെ മുമ്പിലെത്തി. വലിയ വട്ടക്കണ്ണുകൾ, കഠിനഹൃദയൻ, വനജന്തുക്കളെ കണ്ടാൽ വധിക്കും. ആരെയും ഭയമില്ല. പർവ്വത സമാനനായ ശരീരം, അഗ്നി പോലെയുള്ള മുഖം, ശിരസിൽ വലിയ ജട, വിപത്ത് വമിക്കുന്ന ശിരസ്, തോളിൽ മാംസഭാരം തൂക്കിയിട്ടിരിക്കുന്നു. അവൻ്റെ മണം അടിച്ചാൽ തന്നെ എല്ലാ ജീവികളും പ്രാണനും കൊണ്ടോടും. ഇടിവെട്ട് പോലെയാണ് അവൻ്റെ അലർച്ച. മഹാഭയങ്കര രൂപനായ വിരാതരാക്ഷസൻ. അവൻ സീതയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. തുടരെ തുടരെ ഗർജിച്ചു. സീതയെ തിന്നാൻ കൊതിച്ചുകൊണ്ട് വാ പിളർന്നു. ശ്രീരാമനെ കടുഭാഷണം കൊണ്ട് നിന്ദിച്ചു. രാമൻ താപസീ വേഷത്തിലാണ് കാനനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടെ കാമിനിയെ കണ്ട് മുനിമാർ അമ്പരന്നു. വിരാതൻ ചോദിച്ചു, നിങ്ങളെയെല്ലാം ഞാൻ ഇന്ന് ഭക്ഷിക്കും. നിങ്ങൾ ആരാണ്? അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ക്ഷത്രിയ കുമാരനാണ്. ഇത് അനുജൻ ലക്ഷ്മണൻ. എൻ്റെ ഭാര്യ ജാനകിയാണിത്. നിങ്ങൾ എന്തിനാണിങ്ങനെ വികൃത വേഷത്തിൽ നടക്കുന്നത്? വനത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന നിങ്ങൾ ആരാണ്? രാക്ഷസൻ പറഞ്ഞു, ഞാൻ ആരാണോ അതാണ്. ഇന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും ഭക്ഷിക്കും. ആരെയും വിട്ടയക്കുകയില്ല. എൻ്റെ പേര് വിരാതൻ. കാലൻ എന്ന പേരിൽ പ്രസിദ്ധനാണ് എൻ്റെ പിതാവ്. ബ്രഹ്മാവിൻ്റെ വരത്താൽ എത്ര മുനിമാരെ ഞാൻ കൊന്നിട്ടുണ്ട്. മുറിച്ചാൽ മുറിയാത്ത ശരീരമാണ് എൻ്റേത്. ആരെയും പേടിയില്ല. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ജാനകിയെ ഈ രാക്ഷസൻ പിടിച്ചുകൊണ്ട് പോകുമോ? അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ വിഷമിക്കണ്ട. രാക്ഷസനെ വധിച്ച് മനസ്താപം അങ്ങ് മാറ്റിയേക്കാം. ലക്ഷ്മണൻ്റെ വാക്ക് കേട്ട് രാക്ഷസൻ്റെ നെഞ്ചിലാക്കാക്കി 7 ബാണം എയ്തു. 7 അമ്പു കൊണ്ടിട്ടും അവൻ ഒരു ഇളക്കവുമില്ല. കയ്യിലുണ്ടായിരുന്ന മരം കൊണ്ട് ലക്ഷ്മണനെ തല്ലി. രാമൻ ഒരമ്പു കൂടി എയ്തു. അവൻ്റെ കയ്യിലിരുന്ന മരം ഛിന്ന ഭിന്നമായി. വിരാതന് ഭയം തോന്നി. ആകാശത്തിലേക്കുയർന്നു. രാമൻ ദിവ്യാസ്ത്രം അയച്ചു. കാലദൂതനെ പോലെ ഭീകരരൂപനായ വിരാതൻ ഭൂമിയിൽ വീണു. അമ്പുകൊണ്ട് മേലാകെ മുറിഞ്ഞ് രക്തമൊഴുകി. അവൻ കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തു വന്ന് സ്തുതിച്ചു. രാമ, അങ്ങയുടെ ശരമേറ്റ് എനിക്ക് ശാപമോക്ഷം ലഭിച്ചു. വിരാതൻ ശ്രീരാമചന്ദ്രൻ്റെ പാദത്തെ ശരണം പ്രാപിച്ചു. രാമനെ ഭർത്താവായി കിട്ടിയ സീതാദേവി ധന്യയാണ്. ദേവിയെ സ്പർശിച്ചതുകൊണ്ടാണ് എനിക്ക് ശാപമോക്ഷം കിട്ടിയത്. എൻ്റെ പൂർവകഥ കേട്ടാലും കുബേരൻ്റെ ശാപം നിമിത്തമാണ് എനിക്ക് ദുർഗതി വന്നത്. കുബേരൻ്റെ ചാരനായിരുന്നു ഞാൻ. എന്നിൽ വളരെ സന്തുഷ്ടനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം നാരികളെയും കൊണ്ടുവന്ന് അദ്ദേഹം കേളിയാടുമ്പോൾ കർമ്മദോഷത്താൽ ഞാൻ അവിടെ ചെല്ലാനിടയായി. എന്നെ കണ്ട് സ്ത്രീകൾ ലജ്ജിതരായി. ധനേശ്വരൻ കോപത്തോട് ശപിച്ചു, ദണ്ഡകാരണ്യത്തിലെ നിശാചരനായി തീരട്ടെ. പിന്നീട് എന്നോട് കരുണ തോന്നി ശാപമോക്ഷവും നൽകി. ശ്രീരാമചന്ദ്രൻ്റെ ശരം കൊണ്ട് ശാപമോചനം കിട്ടും. അവിടുത്തെ
ശരം സ്പർശിച്ചപ്പോൾ ശാപമോക്ഷം എനിക്ക് ലഭിച്ചു. വിരാധനെ ശപിച്ചത് ദുർവാസാവാണെന്നും ഒരു പക്ഷം പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇതാണ് ആരണ്യകാണ്ഡത്തിലെ ആദ്യ ഭാഗം. ശ്രീരാമചന്ദ്രൻ വനവാസം നടത്തുകയാണ്. ആ സമയത്ത് ഭഗവാൻ വധിച്ച രാക്ഷസനാണ് വിരാധൻ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ? നാമം ചൊല്ലുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും നാമം ചൊല്ലണം. കുറച്ച് സമയമെങ്കിലും നാമം ചൊല്ലാനായിട്ട് മാറ്റിവെക്കണം. മടിയുള്ളവർ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും നാമം ചൊല്ലണം. ചിലർക്ക് ഭയങ്കര മടിയാണ് നാമം ചൊല്ലാൻ. വൈകുന്നേരം കുളിച്ച് വിളക്ക് കത്തിച്ചിരുന്ന് നാമം ചൊല്ലാനായിട്ട് വലിയ മടി തോന്നും. അങ്ങനെയുള്ളവർ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നാമം ചൊല്ലി 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 നമ്മളെ ബാധിച്ചിരിക്കുന്ന ആ മൂശാട്ടയെ നമ്മൾ ഒഴിവാക്കണം. 4 യുഗങ്ങളാണ് ഉള്ളത്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതിൽ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും യാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമായിരുന്നു. നമ്മൾ മഹാഭാരതമായാലും രാമായണമായാലും ഒക്കെ വായിക്കുമ്പോൾ മുനിമാർ യാഗം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ യാഗങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ആ കാലഘട്ടത്തിൽ യാഗങ്ങൾക്കായിരുന്നു വലിയ പ്രാധാന്യമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കലിയുഗത്തിൽ യാഗങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമായി പറയുന്നത് നാമജപത്തിനാണ്. അതുകൊണ്ടാണ് എല്ലാവരും നാമം ചൊല്ലാനായിട്ട് പറയുന്നത്. ഒന്നിച്ചു കൂടിയിരുന്ന് ജപിക്കുന്ന നാമത്തിനും വലിയ ഫലമാണ്. അതുകൊണ്ടാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലായാലും ആശ്രമങ്ങളിലായാലും കുറച്ച് ആളുകൾ ഗ്രൂപ്പായിട്ടിരുന്നിട്ട് നാരായണീയം വായിക്കുക, സഹസ്രനാമങ്ങൾ ചൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭാഗവത സപ്താഹ യജ്ഞം, അവിടെയും ജപമാണ് വരുന്നത്. അപ്പം ജപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുറേശ്ശെ നാമം ചൊല്ലി ശീലിക്കണം. നാമം ചൊല്ലാത്തവരോടാണ് പറയുന്നത്, നാമം ചൊല്ലുന്നവരോടല്ല. അത് വിളക്ക് കത്തിച്ചിരുന്ന് നാമം ചൊല്ലാൻ ചിലർക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെയുള്ളവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഏത് സമയത്തും നമുക്ക് ചൊല്ലാം ഹരേ കൃഷ്ണ. കുളിക്കാതെ ചൊല്ലാം, പീരീഡ്സ് ആയിരിക്കുമ്പം ചൊല്ലാം, പുലയും ബാലായ്മയും ഉള്ളപ്പം ചൊല്ലാം, ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. അതുകൊണ്ട് നമ്മളിപ്പോൾ യാത്ര പോകുമ്പോഴോ അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ നാമം ചൊല്ലി 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 നമ്മളങ്ങനെ നാമം ചൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുപോവുക. നാമം സ്ഥിരമായി ചൊല്ലുന്നവരാണെങ്കിൽ അവർ കുറച്ച് സമയവും കൂടെ ഒക്കെ ദൈർഘ്യപ്പിച്ച് അങ്ങനെ കുറേശ്ശെ ദൈർഘ്യം കൂട്ടി ഇനി ജപമാല ഉപയോഗിച്ചിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ 16 മാലയൊക്കെ ജപിക്കാനായിട്ട് ശീലിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ കലിയുഗത്തിൽ ചെയ്യേണ്ടത്. പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് നാമം ചൊല്ലുന്നതിന്. അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിനും. നമുക്ക് നാമം ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ കഥകൾ കേൾക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിത്രം പോലെ വരും. ഇപ്പം ഞാനിങ്ങനെ കഥ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഒരു ചിത്രം പോലെ വരുന്നുണ്ടാവും. അതൊക്കെ വളരെ പുണ്യമാണ്. നമ്മുടെ മനസ്സിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത്. എല്ലാവരും നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.